ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗൗതം കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ടെക് മാസ്റ്ററിലേക്ക് സ്വാഗതം. നാം ഇന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ആൻഡ്രോയിഡ് ഫോണിൽ റാം 4 GB വരെ കൂട്ടാൻ സാധിക്കുന്നത് എന്നാണ്. റാമിൻ്റെ കുറവ് ഏകദേശം എല്ലാ ആൻഡ്രോയിഡ് യൂസേഴ്സും നേരിടുന്നൊരു പ്രശ്നമാണ്. ഒരു ഗെയിമിങ് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് ചെയ്യുന്നവർക്കാണെങ്കിലും ഫോൺ സ്ലോ ആവുന്നു എന്നൊരു പരാതിയുണ്ട്. അത് ഈ റാമിൻ്റെ കുറവ് മൂലം തന്നെയാണ്. ആ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ ഈ പ്രോസസ്സിൻ്റെ സഹായത്തോടുകൂടി പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യം നിങ്ങളുടെ മനസ്സിൽ വെക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, ഫോണിന് 50% കൂടുതൽ ചാർജ് ഉണ്ടായിരിക്കണം. 2, ഫോൺ റൂട്ടഡ് ആയിരിക്കണം. 3, ഈ പ്രോസസ്സ് ഫോണിൽ സപ്പോർട്ട് ചെയ്യുമോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു ആപ്പുണ്ട്. അതിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം പ്രോസസ്സിലേക്ക് കിടക്കുക. കാരണം ഈ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഫോൺ ഒരു വട്ടം റീസ്റ്റോർ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൽ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ വെറുതെ റീസ്റ്റോർ ചെയ്ത് നിങ്ങളുടെ ഡാറ്റയും സമയവും നഷ്ടമാക്കരുത്. പിന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ആവശ്യമായ ഡാറ്റയെല്ലാം ബാക്കപ്പ് ചെയ്തിട്ട് വേണം പ്രോസസ്സിലേക്ക് കിടക്കാൻ. സോ ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ആദ്യമായി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ ചെന്ന് ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. പ്ലേ സ്റ്റോറിലേക്ക് ചെല്ലുക. അവിടെ ചെന്നിട്ട് മെമ്മറി ഇൻഫോ ആൻഡ് സ്വാപ്പ് ഫയൽ ചെക്ക് എന്നൊരു ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ആപ്പ് കൊണ്ടാണ് നമ്മുടെ ഫോണിൻ്റെ ഹാർഡ്വെയർ ഈ പ്രോസസ്സിന് സപ്പോർട്ടബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. സോ ഈ ആപ്പ് ഉപയോഗിച്ച് ഫോൺ ഈ പ്രോസസ്സിന് സപ്പോർട്ട് ചെയ്യുമോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഈ പ്രോസസ്സിലേക്ക് കടക്കാവുള്ളൂ. കാരണം ഫോൺ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. സോ വെറുതെ നിങ്ങളുടെ ആപ്സും ഡാറ്റയും ടൈമൊന്നും വേസ്റ്റ് ആക്കണ്ട. സോ ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ആൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു റൂട്ട് പെർമിഷൻ ചോദിക്കും. അത് ഗ്രാൻറ്റ് ചെയ്യുക. റൂട്ടഡ് ആയിട്ടുള്ള ഫോണിൽ മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. ഞാൻ ആൾറെഡി ഇത് ഗ്രാൻറ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും താഴെയായിട്ട് സ്റ്റാർട്ട് റാം എക്സ്പാൻഡർ ടെസ്റ്റ് ഹിയർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളോടൊരു ലൊക്കേഷൻ സെറ്റ് ചെയ്യാൻ പറയും. കഴിവതും മെമ്മറി കാർഡ് തന്നെ യൂസ് ചെയ്യുക. ഹൈ എൻഡ് ആയിട്ടുള്ള ഡിവൈസിൽ മാത്രമേ ഇൻറ്റർണൽ മെമ്മറിയിൽ ഈ പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ളൂ സാധിക്കുകയുള്ളൂ. ഏകദേശം ഒരു 20,000 രൂപയുടെ മുകളിൽ അല്ലെങ്കിൽ 10,000-16,000 രൂപയുടെ മുകളിലുള്ള ഫോണിൽ മാത്രമേ ഇൻറ്റർണൽ മെമ്മറിയിൽ ഇത് സപ്പോർട്ട് ചെയ്യുള്ളൂ. സോ ഞാനിവിടെ മെമ്മറി കാർഡ് സെലക്ട് ചെയ്യുന്നു. അവിടെ പ്രോസസ്സ് റണ്ണാവും. മുകളിൽ നമ്മുടെ ഫോണും ഫോണിൻ്റെ മോഡലും ആൻഡ്രോയിഡ് വെർഷനും CPU-യും പ്രോസസ്സിംഗ് സ്പീഡും എല്ലാം എഴുതി കാണിക്കുന്നതാണ്. പ്രോസസ്സ് റണ്ണായി കഴിയുമ്പോൾ ടാപ്പ് ഫോർ റിസൾട്ട് എന്ന ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഒരു കൺഗ്രാജുലേഷൻ മെസ്സേജ് വന്നാൽ നിങ്ങളുടെ ഫോൺ ഈ പ്രോസസ്സിന് ആപ്റ്റാണ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ്. കൺഗ്രാജുലേഷൻ മെസ്സേജ് വന്നാൽ മാത്രം പ്രോസസ്സിലേക്ക് കടക്കുക. വെറുതെ റീസ്റ്റോർ ചെയ്ത് ഡാറ്റ കളയരുത്. ഓക്കെ, ഈ മെസ്സേജ് വന്ന് അത് കട്ട് ചെയ്ത് വിടുക. നോ താങ്ക്സ് ലെറ്റർ കൊടുത്ത് ഈ ആപ്പ് ക്ലോസ് ചെയ്യുക. ഇനിയാണ് എക്സാക്ട് പ്രോസസ്സ് എന്താണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. പ്ലേ സ്റ്റോറിൽ ചെല്ലുക. പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ആപ്പും കൂടി ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. പ്ലേ സ്റ്റോറിൽ ചെന്ന് റോസോഫ്റ്റ് റാം എക്സ്പാൻഡർ എന്നൊരു ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യുക. ഇതാണ് ആപ്ലിക്കേഷൻ. ഞാനിത് ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതൊരു 150 രൂപ വില വരുന്ന പെയ്ഡ് ആപ്ലിക്കേഷനാണ്. സോ നിങ്ങൾ ഇത് പേ ചെയ്യേണ്ടി വരും പൈസ. ഇനി അഥവാ പൈസ ഇല്ലേ കൂടി പ്രശ്നമില്ല. ഇതെങ്ങനെ ഫ്രീ ആയി ഇൻസ്റ്റാൾ ചെയ്യാം, പെയ്ഡ് ആപ്സ് എങ്ങനെ ഫ്രീ ആയി ഇൻസ്റ്റാൾ ചെയ്യാം എന്ന് ഞാൻ എൻ്റെ പഴയ വീഡിയോയിൽ ഇതിനു മുമ്പൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെ പെയ്ഡ് ആപ്സ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാം അത് കണ്ട് മനസ്സിലാക്കി അതിലൂടെ ഈ റോസോഫ്റ്റ് റാം എക്സ്പാൻഡർ ഇൻസ്റ്റാൾ ചെയ്യുക. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. സോ കണ്ട് മനസ്സിലാക്കിയ ശേഷം റോസോഫ്റ്റ് റാം എക്സ്പാൻഡർ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്യുമ്പോഴും നിങ്ങളോട് റൂട്ട് പെർമിഷൻ ചോദിക്കുന്നതാണ്. അത് ഗ്രാൻറ്റ് ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ
നിങ്ങളുടെ ചില ഫോണിൽ ഈ പെർഫെക്റ്റ് കെർണൽ, നോട്ടിഫൈ ഐക്കൺ, ഓട്ടോ റൺ ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവും. ചില ഫോണിൽ ഓണാവത്തില്ല. എന്തായാലും പ്രശ്നമില്ല. എന്നിട്ട് ഒപ്റ്റിമൽ വാല്യൂ ക്ലിക്ക് ചെയ്യുക. താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഒപ്റ്റിമൽ വാല്യൂ. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ചേഞ്ചസ് ഒന്നുമില്ലെങ്കിൽ, അഥവാ എൻ്റെ ഈ സ്വാപ്പ് ഫയലിലൂടെ 3000 MB എന്ന് വെച്ചാൽ എൻ്റെ ഫോണിന് 3 GB വരെ റാം കൂട്ടാം എന്നാണ് പറയുന്നത്. സേഫായിട്ട് കൂട്ടാം. എൻ്റെ ഫോണിൻ്റെ ഹാർഡ്വെയർ സപ്പോർട്ട് വെച്ച് ഈ ഫോണിൽ 3000 MB വരെ റാം ഫ്രീ ആയിട്ട് സപ്പോർട്ടബിളായിട്ട് സേഫായിട്ട് കൂട്ടാമെന്നാണ്. 4000 MB വരെ കൂട്ടാം. പക്ഷേ അത് നമ്മുടെ സ്വന്തം റിസ്ക് ചെയ്യുക. ഫോൺ സപ്പോർട്ട് ചെയ്യുന്നത് 3000 MB വരെയാണ്. അത് ചെയ്യുക. എപ്പോഴും ഒപ്റ്റിമൽ വാല്യൂ അതിൽ താഴെയോ റാം എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിൽ കൂടുതൽ ചെയ്യുന്നത് ഒരുപക്ഷെ നമ്മുടെ ഹാർഡ്വെയറിനെയോ സോഫ്റ്റ്വെയറിനെയോ ഒക്കെ ബാധിച്ചേക്കാം. സോ ഒപ്റ്റിമൽ വാല്യൂവോ അതിൽ താഴെ ചെയ്യുക. ഇനി ചിലപ്പോൾ ചില ഫോണിൽ ഈ പെർഫെക്റ്റ് കെർണൽ, നോട്ടിഫൈ ഐക്കൺ, ഓട്ടോ റണ്ണൊക്കെ ഓഫായി കിടന്നിട്ട് ഒപ്റ്റിമൽ വാല്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. സോ അത് ഓണാക്കി ചെയ്യുക. ചില ഫോണിൽ ഓഫാണെങ്കിലും ഓണാണെങ്കിലും പ്രശ്നമില്ല, സപ്പോർട്ട് ചെയ്യും. സോ നിങ്ങൾ ആവശ്യാനുസരണം പോലെ അത് ഓണാക്കി ഓഫാക്കി ചെയ്യുക. ഈ ഒപ്റ്റിമൽ വാല്യൂ ക്ലിക്ക് ചെയ്തൊരു വാല്യൂ വരും. ഇപ്പോൾ എൻ്റെ ഫോണിൽ 3000 MB ആണ് സേഫായിട്ടുള്ള റാം കൂട്ടാനുള്ള ലിമിറ്റ്. സോ ഞാനത് 3000 MB തന്നെ സെറ്റ് ചെയ്യുന്നു. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചോ കൂട്ടിയോ വെക്കാം. എപ്പോഴും ഒപ്റ്റിമൽ വാല്യൂ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിന് ശേഷം മുകളിൽ ഒരു സ്വാപ്പ് ബട്ടൺ ഉണ്ട്, അവിടെ സ്വാപ്പ് ചെയ്യുക. അപ്പോഴേക്കും ഇതേപോലൊരു ഇൻ്റർഫേസ് ഒന്ന് റണ്ണാവാൻ തുടങ്ങും. ഇത് റാം ക്രിയേറ്റ് ചെയ്യുകയാണ് എക്സ്റ്റേണലിൽ. പിന്നെ ഒരു കാര്യം ഓർക്കുക, മെമ്മറി കാർഡ് യൂസ് ചെയ്യുന്ന മെമ്മറി കാർഡ് ക്ലാസ് 4 മുകളിലുള്ളതായിരിക്കണം. ഞാനിവിടെ ക്ലാസ് 10 മെമ്മറി കാർഡാണ് യൂസ് ചെയ്യുന്നത്. കാരണം ക്ലാസ് 4 താഴെയുള്ള മെമ്മറി കാർഡ് ഒരുപക്ഷെ ഈ പ്രോസസ്സ് താങ്ങില്ല. ചിലപ്പോൾ മെമ്മറി കാർഡ് ഡാമേജ് ആയി പോകാൻ സാധ്യതയുണ്ട്. സോ യൂസ് എ മെമ്മറി കാർഡ് എബവ് ക്ലാസ് 4. ഈ പ്രോസസ്സ് റണ്ണായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം ഒരു 10-20 മിനിറ്റ് എടുക്കും. 3000 MB ക്രിയേറ്റ് ചെയ്യേണ്ടതുള്ളതുകൊണ്ട് 10-20 മിനിറ്റ് എടുക്കും. ഇപ്പോൾ നമുക്ക് വേണ്ട ഒരു 500 MB ഒക്കെ ആയിരുന്നെങ്കിൽ ഒരു 2 മിനിറ്റിനുള്ളിൽ ആയേനെ. 3000 MB ആവേണ്ടതുകൊണ്ട് ഇച്ചിരി ടൈം എടുക്കും. സോ വെയിറ്റ്. ഞാനൊന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു, ഫോണിന് 50% കൂടുതൽ ചാർജ് വേണം. ഫോണിൽ റൂട്ട് പെർമിഷൻ ഉണ്ടായിരിക്കണം. പിന്നെ ഫോണിൽ ഇത് സപ്പോർട്ട് ചെയ്യുമെന്ന് ചെക്ക് ചെയ്തതിന് ശേഷം റീസ്റ്റോർ ചെയ്ത് പ്രോസസ്സിലിട്ട് കിടക്കുക. സപ്പോർട്ട് ചെയ്യുമെങ്കിൽ മാത്രം റീസ്റ്റോർ ചെയ്യുക. പിന്നെ ക്ലാസ് 4 മെമ്മറി കാർഡിന് മുകളിലുള്ള ഒരു മെമ്മറി കാർഡ് യൂസ് ചെയ്യുക. നിങ്ങളിതൊക്കെ ശ്രദ്ധാപൂർവ്വം തന്നെ ചെയ്യുക. കാരണം ഒരു മിസ്റ്റേക്ക് ചിലപ്പോൾ ഫോണിൻ്റെ സോഫ്റ്റ്വെയറിനെയോ അല്ലെങ്കിൽ ഫോണിൻ്റെ ഹാർഡ്വെയറിനെ ബാധിച്ചേക്കാം. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഇത് ഇത്ര സിമ്പിളാണ്. ശ്രദ്ധിച്ച് ക്ഷമ വേണം. ക്ഷമയില്ലെങ്കിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കത്തില്ല. ക്ഷമ വെച്ചുകൊണ്ട് തന്നെ ചെയ്യുക. ശ്രദ്ധിച്ച് ചെയ്യുക. ആ സ്റ്റെപ്സ് എല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഒരു വട്ടം കണ്ട് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണുക. ഇത് റണ്ണായിക്കൊണ്ടിരിക്കുകയാണ്. തീരുന്നോളം വരെ വെയിറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. സോ ഞാൻ ഒരു വീഡിയോ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഇത് ഉപകാരപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അവരിലേക്ക് ഇത് എത്തിക്കുക. നിങ്ങളുടെ സപ്പോർട്ടും ഹെൽപ്പും ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ യൂട്യൂബ് ചാനൽ സക്സസ്ഫുള്ളി റൺ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. സോ ഇതിൻ്റെ റീച്ച് കൂട്ടാൻ നിങ്ങൾ ഒരു പ്രധാന ഘടകമാണ്. സോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വാട്സപ്പ് ഹാക്കിംഗ് എങ്ങനെയാണെന്ന് അവതരിപ്പിക്കുന്നതാണ്. സോ നിങ്ങളുടെ റെസ്പോൺസ് പോലെ ഇരിക്കും എൻ്റെ ഓരോ വീഡിയോ അപ്ഡേറ്റും. നിങ്ങൾ നല്ല റെസ്പോൺസ് തരുമ്പോൾ ഞാനും നല്ല നല്ല വീഡിയോകൾ അവതരിപ്പിക്കും. പിന്നെ നിങ്ങൾക്ക് എന്ത് ആപ്ലിക്കേഷനാണ് ആവശ്യം അല്ലെങ്കിൽ എത്തരത്തിലുള്ള ആപ്ലിക്കേഷനാണ് ആവശ്യം എന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതെല്ലാം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. കഴിവതും ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ ഞാൻ ശ്രമിക്കും. എന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ അതിനുള്ളിൽ തപ്പിയെടുത്ത് തരാം എങ്ങനെ സേഫായി എല്ലാം ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്ലിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, എന്ത് ടൈപ്പ് ആപ്ലിക്കേഷനാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ഫോണിനെ കുറിച്ച് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അറിവിലേക്ക് എന്ത് പകർന്നു തരാൻ ഐ ആം ഓൾവേസ് റെഡി. സോ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അത്രേ പറയാനുള്ളൂ.
1-2 ദിവസത്തിനുള്ളിൽ ഞാൻ വാട്സപ്പ് ഹാക്കിംഗ് 2 മിനിറ്റിനുള്ളിൽ എങ്ങനെ വാട്സപ്പ് സേഫായി ഹാക്ക് ചെയ്യാം എന്ന് അവതരിപ്പിക്കുന്നതാണ്. സോ ഈ റാം എക്സ്പാൻഡ് ടെസ്റ്റ് റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇച്ചിരി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഈ ടെസ്റ്റ് റൺ ആകുമ്പോൾ നിങ്ങൾക്ക് ക്ഷമ അത്യാവശ്യമാണ്. കാരണം ഇത് ചുമ്മാ കയറി ക്യാൻസലും ചെയ്യരുത്, അത് നിങ്ങളുടെ ഫോണിനെ ഡാമേജ് ചെയ്തേക്കാം. സോ ഇത് ഫുൾ റൺ ആവാൻ റണ്ണായി തീരുന്നിടം വരെ കാത്തിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഫോൺ 50% കൂടുതൽ ചാർജ് വേണം. ചില ഫോണുകളൊക്കെ വലിയ പ്രോസസ്സ് റൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചാർജ് കുറവാണെങ്കിൽ ക്രാഷായി സ്വിച്ച് ഓഫ് ആയി പോകാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് പലർക്കും അനുഭവം ഉണ്ടായിട്ട് കാണും. വലിയ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുമ്പം ചിലപ്പം 30% താഴെ ആണെങ്കിൽ ചാർജ് ഉണ്ടെങ്കിൽ കൂടി ഫോൺ റീബൂട്ട് ആകാനോ സ്വിച്ച് ഓഫ് ആയി പോയിട്ടൊക്കെ ഉണ്ടാവാം. സോ അതുകൊണ്ട് തന്നെ 50% കൂടുതൽ ചാർജ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. - 63% ആയിട്ടുണ്ട്. സോ പ്ലീസ് വെയിറ്റ്. പ്രോസസ്സ് റണ്ണായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 10 മിനിറ്റും കൂടി എടുക്കുമെന്ന് തോന്നുന്നു. സോ ഈ റോസോഫ്റ്റ് പെയ്ഡ് ആപ്പാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എൻ്റെ നേരത്തെ ഒരു വീഡിയോ ഉണ്ട്, പെയ്ഡ് ആപ്സ് എങ്ങനെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാം. ആ വീഡിയോ കണ്ട ശേഷം അതിലൂടെ ഫ്രീ ആയി തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തത്. സോ അങ്ങനെയും റോസോഫ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. 70% ആയിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന വീഡിയോ നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. സോ വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനെ പല മീഡിയകളുണ്ട് ഇപ്പോൾ. സോ ഷെയർ ചെയ്യുക കൂട്ടുകാരുമായി. അവരും ഒരുപക്ഷെ ഇതേ പ്രോബ്ലം, റാമിൻ്റെയൊക്കെ ഇതേ പ്രോബ്ലം ഫേസ് ചെയ്യുന്നവരായിരിക്കും. ഒരുപക്ഷെ അവരെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. സോ ഷെയർ ചെയ്യുക വീഡിയോ. നമ്മൾ ഈ ചെയ്യുന്ന പ്രോസസ്സ് ഒരു എക്സ്റ്റേണൽ റാം ക്രിയേഷനാണ്. എന്ന് വെച്ചാൽ ഈ പ്രോസസ്സ് ഫുൾ ചെയ്ത് കഴിയുമ്പോൾ പിന്നീട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്സ് അതിൻ്റെ 10% അതിൻ്റെ റിക്വയർഡ് റാം, എന്ന് വെച്ചാൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആ ആപ്ലിക്കേഷൻ റൺ ആകാൻ വേണ്ടി 100 MB റാം വേണമെങ്കിൽ ഇത് ഈ പ്രോസസ്സിന് ശേഷം 10 MB റാമേ നമ്മുടെ ഇൻബിൽട്ട് ആയിട്ടുള്ള റാമിൽ നിന്ന് പോവുകയുള്ളൂ. ബാക്കി 90 MB റാം നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ റാമാണ് യൂസ് ചെയ്യുന്നത്. സോ അത് നമ്മുടെ ഫോണിന് നല്ലൊരു സ്പീഡും നല്ലൊരു സ്റ്റെബിലിറ്റിയും കൊടുക്കുന്നതാണ്. ഇപ്പോൾ അത്യാവശ്യം ഒരു 1 GB 2 GB റാമുള്ളൊരു ഇൻബിൽട്ട് റാമുള്ളൊരു ഫോണിന് ഈ ഒരു 3 GB എക്സ്റ്റേണൽ റാമും കൂടെ കിട്ടുമ്പോൾ ഒരു 300 ആപ്ലിക്കേഷൻ സുഖമായി റൺ ചെയ്യാവുന്നതാണ്. കാരണം 10% റാമേ ഇൻബിൽട്ട് റാമിൽ നിന്ന് പോവുകയുള്ളൂ. പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാം നേരിടുന്ന പ്രശ്നം ഒരു 10 വലിയ ഇച്ചിരി റാം കൺസ്യൂമിങ് ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ പിന്നെ പ്ലേ സ്റ്റോറിൽ നിന്നൊന്നും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു പ്രശ്നമാണ്. കാരണം ഇൻസഫിഷ്യൻറ്റ് മെമ്മറി എന്ന് കാണിക്കും. സോ അതിന് ഇതൊരു പരിഹാരമാണ്. ഞാനിപ്പോൾ തന്നെ ആൾറെഡി ഒരു 3 GB റാം കൺസ്യൂം ചെയ്യുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും എനിക്കൊരു 1.5 GB ഇൻബിൽട്ട് റാം ഫ്രീ ആണ്. അത് ഈ പ്രോസസ്സിൻ്റെ ഒരു ഗുണം തന്നെയാണ്. പിന്നെ ഗെയിമേഴ്സ് ആയിട്ടുള്ള കൂട്ടുകാർക്ക് ഇത് ഉപകാരപ്പെടും. കാരണം ഹൈ എൻഡിങ് ഗെയിംസ് ലൈക്ക് വൈസ് സിറ്റി, ഡ്രീം ലീഗ് സോക്കർ അങ്ങനെയുള്ള ആൻഡ്രോയിഡ് ഗെയിം കളിക്കുന്നവർക്ക് ഇത് വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. കാരണം ഹാങ്ങും മാറും, സ്റ്റെബിലിറ്റിയും കൈവരിക്കും ഫോൺ. സോ അവരൊക്കെ ഇത് ചെയ്യുക. ഇവിടെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുക. ഇനി നമ്മൾ പ്ലേ സ്റ്റോറിൽ ചെന്ന് വീണ്ടും ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ ചെല്ലുക. പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് റൂട്ട് മാസ്റ്റർ ഒന്ന് ചെക്ക് ചെയ്യുക.
റൂട്ട് മാസ്റ്റർ മറ്റേ ആപ്ലിക്കേഷൻ സെർച്ച് ചെയ്യുക. ഇതാണ് ആപ്ലിക്കേഷൻ, അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിത് ആൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുക. റാം എക്സ്പാൻഡറിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഇതാണ് ചെയ്യേണ്ടത്. റൂട്ട് മാസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്യുക, അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത എക്സ്റ്റേണൽ റാം അത് ആക്ടിവേറ്റ് ചെയ്യുക. യെസ് കൊടുത്ത് വിടുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് റൺ ആവുന്നതാണ്. ആരും പേടിക്കേണ്ട, അത് ആക്ടിവേഷൻ നടക്കുകയാണ്. ഈ പ്രോസസ്സ് നടക്കുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഇത് ഫുള്ളായി റണ്ണായതിനു ശേഷം മാത്രമേ ഇത് ബാക്ക് പോകാനോ അല്ലെങ്കിൽ ഹോമിലോട്ട് എത്താനോ ശ്രമിക്കുക. ഒന്നും ചെയ്യരുത്. സക്സസ്ഫുൾ എന്ന് എഴുതി കാണിച്ചതിന് ശേഷം മാത്രം എന്തെങ്കിലും ചെയ്യുക. സോ വെയിറ്റ്, ക്ഷമയാണ് ആൻഡ്രോയിഡ് ഫോണിൻ്റെ എല്ലാം. ഇത് റണ്ണായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു 3 മിനിറ്റോളം മാത്രം മതി. അടിയിൽ സക്സസ്, ടച്ച് സ്ക്രീൻ ടു കണ്ടിന്യൂ എന്നൊരു മെസ്സേജ് വരും. അപ്പോൾ സ്ക്രീനിൻ്റെ എവിടെയെങ്കിലും ടച്ച് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് 8% സ്പീഡ് വർദ്ധിച്ചു, 10% ബാറ്ററി ബാക്കപ്പ് വർദ്ധിച്ചു, 67% സ്റ്റെബിലിറ്റി കൈവരിച്ചു എന്നൊരു മെസ്സേജ് കാണും. എക്സിറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൺ ഇൻബിൽഡ് റാം എത്ര, അതിന് സൂട്ടബിളായിട്ട് റാം ബൂസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്യണം. എൻ്റെ ഫോണിൽ 2 GB റാമാണ് ഇൻറ്റേർണൽ ഉള്ളത്. സോ ഞാൻ 2 GB റാമിൻ്റെ ഒരു മെമ്മറി ബൂസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ബൂസ്റ്റ് ചെയ്യുക. ബൂസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ബൂസ്റ്റ് ചെയ്തതിന് ശേഷം ഫോൺ ഒന്ന് റീബൂട്ട് ചെയ്യുക. സോ റാം എക്സ്പാൻഷൻ കഴിഞ്ഞ് റൂട്ട് മാസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്യുക. റൂട്ട് മാസ്റ്ററിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സ്യൂട്ടബിൾ ഇൻറ്റേർണൽ എത്ര റാം ഉണ്ടോ അതിൻ്റെ ഒരു റാം ബൂസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്യുക. റാം ബൂസ്റ്റർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ബൂസ്റ്റ് ചെയ്തിട്ട് ഫോൺ റീബൂട്ട് ചെയ്യുക. റീബൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത എക്സ്റ്റേണൽ റാം പൂർണ്ണമായി ആക്ടിവേറ്റ് ആയി. ഇനി ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം. നിങ്ങൾക്കിപ്പോൾ കാണാവുന്നതാണ് എൻ്റെ ഫോണിൽ എന്തുമാത്രം ആപ്ലിക്കേഷൻ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആമസോൺ, ക്ലാഷ് ഓഫ് ക്ലാൻസ്, ക്രോം, ഡ്രീം ലീഗ് സോക്കർ, ഫേസ്ബുക്ക്, ഫ്ലിപ്കാർട്ട്, ഹൈക്ക്, മെസ്സഞ്ചർ, എക്സ്റ്റേണൽ ലോഞ്ചർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, ഷെയറിറ്റ്, UC ബ്രൗസർ, വിവ വീഡിയോ, വാട്സപ്പ്, യൂട്യൂബ്, ടൊറൻറ്റ്. ഈ ആപ്ലിക്കേഷൻ, ഞാനിപ്പോൾ പറഞ്ഞ ആപ്ലിക്കേഷനൊക്കെ വളരെ റാം കൺസ്യൂമിങ് ആപ്ലിക്കേഷനാണ്. ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ടും എൻ്റെ ഫോണിൽ ഇപ്പോൾ എത്ര റാം ബാക്കിയുണ്ട് എന്ന് ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഫോണിൽ ഇപ്പോഴും 1.3 GB, ആകെ ഉള്ളത് 1.93 GB റാമാണ്. അതിൽ 1.3 GB ഇപ്പോഴും ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു 600 MB യൂസ് ചെയ്യുന്നുണ്ടല്ലോ. സത്യത്തിൽ ഇത് കൺസ്യൂം ചെയ്യുന്ന എത്ര MB റാമാണെന്ന് നിങ്ങൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഇത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതുകൊണ്ട് എൻ്റെ 10% ഇൻറ്റേർണൽ റാമേ ഇപ്പോൾ നഷ്ടമാകുള്ളൂ. എനിക്കിപ്പോഴും 1.3 GB ഇൻറ്റേർണൽ റാം ബാക്കിയുണ്ട്. സോ ഈ റാം എക്സ്പാൻഷൻ എന്ന് പറയുന്നത് വളരെ നല്ലൊരു പ്രോസസ്സാണ്, നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഈ ആപ്ലിക്കേഷനിലൊക്കെ ആക്ച്വലി എത്ര MB റാം കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഇതും കൂടെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും. സോ എല്ലാവരും ഈ പ്രോസസ്സ് ചെയ്യുക. നിങ്ങളുടെ ഫോണിൻ്റെ നല്ല സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ നല്ലൊരു ബാക്കപ്പ്, നല്ലൊരു സ്പീഡൊക്കെ ഗെയിൻ ചെയ്യാൻ ഈ പ്രോസസ്സ് വളരെയധികം സപ്പോർട്ട് ചെയ്യും. കണ്ടു, ആമസോൺ 66.14 MB റാം യൂസ് ചെയ്യുമ്പോൾ ക്ലാഷ് ഓഫ് ക്ലാൻസ് 88 റാമിൻ്റെ അടുത്ത് യൂസ് ചെയ്യുന്നു. ഡ്രൈവ് 52 MB, ഫേസ്ബുക്ക് 384 MB. കണ്ടു, എൻ്റെ റാമിൻ്റെ യൂസബിളായിട്ട് ആകെ 600 MB ഉള്ളൂ. അതിൽ 354 റാം ഫേസ്ബുക്കാണ് യൂസ് ചെയ്യുന്നത്. ഫേസ് ആപ്പ് 40 MB, ജിമെയിൽ 50, ഫ്ലിപ്കാർട്ട് 58, ഗൂഗിൾ ആപ്പ് 188, ഗൂഗിൾ പ്ലേ ഇത് എന്ന് പറഞ്ഞ് ഗൂഗിളിൻ്റെ തന്നെ കുറേ ആപ്ലിക്കേഷൻ 10-200 MB റാം യൂസ് ചെയ്യുന്നുണ്ട്. ഹോട്ട്സ്റ്റാർ 55, ജാപ്സ് ട്യൂബ് 45, ലൈറ്റ് റൂം 110, മെസ്സഞ്ചർ 200, ഫോട്ടോഷോപ്പ് 73, പിക്സാർട്ട് 132 MB യൂസ് ചെയ്യുന്നുണ്ട്. സ്നാപ്ഡീൽ 46, കീബോർഡ് 65, UC ബ്രൗസർ 114, വീഡിയോ ഷോ 46, വിവ വീഡിയോ 100, VLC 46, വാട്സപ്പ് 75, യൂട്യൂബ് 70, ടൊറൻറ്റ് 45. സോ ഇവിടെ ഒരു 1 GB അടുത്തോളം റാം ഈ ആപ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത് ആകെ 400 MB റാം മാത്രമാണ്. ഇത് 1 GB ഒന്നുമില്ല, അത് കൂടുതൽ ഈ ആപ്സെല്ലാം റാം യൂസ് ചെയ്യുന്നുണ്ട്. ഈ ആപ്പ് യൂസ് ചെയ്യുന്ന റാമിൻ്റെ 90% എൻ്റെ എക്സ്റ്റേണൽ റാമിൽ നിന്ന് പോകുന്നതുകൊണ്ട് മാത്രമാണ് എൻ്റെ ഇൻറ്റേർണൽ റാം 1.3 GB അടുത്ത് ഇനിയും ഫ്രീ ആയി കിടക്കുന്നത്. ആകെ 2 GB ഇൻറ്റേർണൽ റാമുള്ള ഫോണാണ്. 1.3 GB അടുത്ത് ഇപ്പോഴും ലെഫ്റ്റായി കിടക്കുന്നത്.
സോ ഈ പ്രോസസ്സ് നല്ല നിങ്ങളുടെ ഫോണിൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടാനും റാം കൂട്ടാനും ഒക്കെ നല്ലൊരു പ്രോസസ്സാണ്. സോ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട് പൂർണ്ണമായി മനസ്സിലാക്കിയ ശേഷം ഇത് ട്രൈ ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും ഉപകാരപ്പെടും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇനിയും എന്നെ വീഡിയോ അപ്ഡേറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. സോ അടുത്തതായി ഞാനൊരു വാട്സപ്പ് ഹാക്കിംഗ് 2 മിനിറ്റിനുള്ളിൽ എങ്ങനെ സേഫായി വാട്സപ്പ് ഹാക്ക് ചെയ്യാം, സക്സസ്ഫുള്ളായി ഹാക്ക് ചെയ്യാം എന്ന് ഞാൻ അവതരിപ്പിക്കുന്നതാണ്. സോ നിങ്ങൾ ഈ വീഡിയോ സപ്പോർട്ട് ചെയ്യാൻ കരുതുന്നു. ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. ടെക് മാസ്റ്ററിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ ഞാൻ ഗൗതം കൃഷ്ണ. താങ്ക്സ്. ടെക് മാസ്റ്ററിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായി താഴെ കാണുന്ന ചുമല സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനോടൊപ്പം അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൽ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. നന്ദി.